നിപ്പ ഭീതിയിൽ കഴിയുമ്പോഴും വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനം പോലുമില്ല. ദിവസേന 3 കാറുകൾ വാടകയ്ക്കോടിയാണ് നിപ്പയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എംപിക്കും MLAക്കും നഗരസഭാ അധ്യക്ഷനും നിവേദനം നൽകിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിപ്പ വൈറസിന്റെ ആശങ്കയിൽ കഴിയുന്ന വളാഞ്ചേരിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സഞ്ചരിക്കാൻ വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനമില്ല. ഉണ്ടായിരുന്ന വാഹനം 2 വർഷം മുൻപ് കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസിയിൽ ഉൾപ്പെടുത്തി ഓഫ് റോഡാക്കി ഡീകമ്മീഷൻ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതുവരെ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം വാഹനം അനുവദിച്ചിട്ടില്ല. സ്വന്തമായി ഡ്രൈവർ തസ്തിക ഉണ്ടായിട്ട് പോലും വാഹനം അനുവദിക്കാതെ ഇവിടുത്തെ ഡ്രൈവറെ ജോലി ക്രമീകരണത്തിന്റെ പേരിൽ നന്നംമുക്കിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. സ്വന്തം വാഹനമില്ലാത്തതിനാൽ ദിവസേന 3 കാറുകൾ വാടകയ്ക്ക് വിളിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഓടുന്നത്. ഇതിനിടയിലാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ നിപ്പ രോഗബാധയും സ്ഥിരീകരിച്ചത്. ഇതോടെ വാഹനം വലിയ പ്രതിസന്ധിയിലായി. തുടർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ വാഹനം കൂടി എത്തിച്ചാണ് ആരോഗ്യ സർവേ അടക്കമുള്ള പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താനായത്. അതേസമയം ദിവസേന 2 കാറുകൾ വാടകയ്ക്കെടുക്കുന്നത് സർക്കാരിനും ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കും. 2023 കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസി പ്രകാരമാണ് 15 വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഓഫ് റോഡായി പ്രഖ്യാപിച്ച് ഡീകമ്മീഷൻ ചെയ്തത്. ഇതിനുശേഷം മലപ്പുറം ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കെല്ലാം പുതിയ വാഹനങ്ങൾ അനുവദിച്ചപ്പോഴും വളാഞ്ചേരിക്ക് മാത്രം വാഹനം നൽകിയില്ല. എംപിക്കും MLAക്കും നഗരസഭാ അധ്യക്ഷനും അടക്കം നിവേദനം നൽകിയെങ്കിലും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തോട് ചിറ്റമ്മ നയമാണ് തുടരുന്നത്. ഈ ചാനൽ വളാഞ്ചേരി. വീട് വെക്കാൻ പണമില്ലേ? സ്ഥലം വാങ്ങിക്കാനും വീടൊന്ന് ശരിയാക്കാനും പണം തികയുന്നില്ലേ? ഇനി ആ ചിന്തകളൊന്നും വേണ്ട. സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന KSFEയുടെ ഭവന വായ്പാ പദ്ധതി ഉണ്ട്. അതും മിതമായ പലിശ നിരക്കിൽ. ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ? ഭൂമി വാങ്ങുന്നതിന്, വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും, പുതിയ വീട് പണിയുന്നതിന്, പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ, അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ്. കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന KSFEയുടെ 680-ലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത്. തിരിച്ചടവിന് പരമാവധി 30 വർഷത്തെ കാലാവധിയും ലഭിക്കും. ഇനി ആർക്കൊക്കെ KSFEയുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ? ശമ്പള വരുമാനക്കാർക്ക്, കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക്, ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക്, വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക്, വിദേശത്ത് ജോലിയുള്ളവർക്ക്, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് KSFE ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക.